കുറെ പേര് ചോദിച്ചേ നമ്മുടെ സന ബേബിക്ക് വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പം അന്ന് കാലൊക്കെ അവൾക്ക് നല്ല വേദനയായിരുന്നു എന്ന് തോന്നുന്നു. എന്നിട്ട് ഭയങ്കര നിർബന്ധവും കരച്ചിലും ഒക്കെ ആയിരുന്നു. പനി ഉണ്ടായിരുന്നു. പിന്നെ 2 ദിവസം പിന്നെ മരുന്നൊക്കെ കൊടുക്കേണ്ടി വന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ല. പിന്നെ ഭക്ഷണം കഴിക്കത്തില്ല കേട്ടോ, ഒട്ടും കഴിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ ഇതുപോലെ മോള് ആഹാരം കഴിക്കണില്ല എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞ് അത് വിരയ്ക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് കൊടുക്കണം, പക്ഷെ പനി മാറിയ ശേഷം മാത്രമേ അത് കൊടുക്കാവൂ എന്ന് പറഞ്ഞു. അപ്പൊ പനി ഉണ്ടായിരുന്നത് കൊണ്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇന്നിപ്പോ ആൾ ഓക്കെയാണ്. അപ്പൊ ഇൻഷാല്ലാ ഈ ആഴ്ച തന്നെ വിരയ്ക്ക് മരുന്ന് കൊടുക്കുമ്പോ കുഞ്ഞു എല്ലാം കൂടെ വാരി കഴിക്കുമോ. അതെ അപ്പൊ ഇങ്ങനെ കൊണ്ടു നടണം, എങ്ങനെങ്കിലും എന്തെങ്കിലും അകത്താകട്ടെ എന്ന് നമ്മളും വിചാരിക്കും കേട്ടാ. ഇങ്ങനെയൊക്കെ കൊടുക്കണേനൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. കൊച്ചല്ലേ, പകുതി പടാകത്തേക്ക് വെക്കും, ബാക്കിയകത്ത് കണ്ട പാപ്പ മിണ്ടണ്ട. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ് കേട്ടോ. പലരും ഇങ്ങനെ ചിലരെയൊക്കെ വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ വന്ന് ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് അറിയാം. അടുത്ത കാലത്ത് ഒരു ഇൻസ്റ്റഗ്രാം കണ്ടു, പേര് ഞാൻ ഓർക്കിലെ റിയാസ് അങ്ങനെ പറഞ്ഞിട്ട് ആളാണ്. പക്ഷെ ഭയങ്കര ഹൃദയത്തിൽ തട്ടിയ ഒരു ഇതാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നല്ലതിനും കൊള്ളാം, പല കാര്യങ്ങൾ അറിയാനും കൊള്ളാം. ഓരോരുത്തര് എടുക്കുന്നത് പോലെ ഇരിക്കും ഓരോ കാര്യങ്ങൾ. അതായത് നമ്മളത് ഉൾക്കൊള്ളുന്നത് പോലെ. പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ രാവിലെ എഴുന്നേക്കുമ്പോ നമ്മള് പഠിച്ചവന്റെ അടുത്ത് നന്ദി പറയണം. വെച്ചാൽ നമ്മള് ഒരു ഉറക്കം എന്ന് പറഞ്ഞ ഒരു പകുതി മരണമാണ്. തിരിച്ചു കിട്ടുമെന്നില്ല. അപ്പോഴും നമ്മൾ അൽഹംദുലില്ലാ നമ്മളിപ്പം നമ്മൾ തിരിച്ചെത്തല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നന്ദി പറയണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ട് നോക്കണം എന്നാണ് പറയുന്നത്. കറക്റ്റാണ്. മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്കൊരു മേൽക്കൂരയുണ്ട്, ഒരു വീടുണ്ട്. നമുക്ക് നമുക്കൊരു വീടുണ്ടല്ലോ എന്ന് വെച്ചപ്പോൾ അതിനും ദൈവത്തിനോട് അവിടെ നന്ദി പറയണം. അടുത്ത രണ്ടാമത് നമ്മൾ ദേഹത്തോട്ട് തന്നെ നോക്കണം. ശരീരത്തിലോട്ട് നോക്കുമ്പോൾ നമ്മളിൽ വസ്ത്രമുണ്ട്. പഠിച്ചവനെ എനിക്ക് വസ്ത്രവും തന്നില്ല പഠിച്ചവനെ. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നോക്കുമ്പം വെള്ളം നമ്മളെ ജഗ്ഗിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് വാങ്ങിച്ച് കുടിക്കും. സാധാരണ രാവിലെ എഴുന്നേറ്റ് കുടിക്കുമല്ലോ. അപ്പോഴും നമ്മൾ പഠിച്ചവനോട് നന്ദി പറയണം. ഇപ്പൊ ചുരുക്കം. അപ്പൊ നമ്മൾ എന്താണ് മൊത്തത്തിൽ പറയേണ്ടത്? എല്ലാത്തിനും നന്ദി പറയണം. നമുക്ക് കിടപ്പാടമുണ്ട്, ഭക്ഷണമുണ്ട്, ഉടുക്കാൻ വസ്ത്രമുണ്ട്, കുടിക്കാൻ വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെല്ലാവരും, അപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവര് നമ്മൾ അതിനെക്കുറിച്ചല്ല ചിന്തിക്കണം. നമുക്ക് കിട്ടാത്തതിനെ കുറിച്ചാണ് നമ്മൾ പറയണത്. അല്ലെ, എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. അത് മനുഷ്യ സഹജമാണ്. നമ്മള് ഇല്ലായ്മകളാണ് നമ്മള് എടുത്തു പറയണത്. നമുക്കുള്ളതിനെ കുറിച്ച് നമ്മൾ അങ്ങോട്ട് നോക്കുന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ ഈ ചില സംഭവങ്ങളൊക്കെ നേരിട്ട് കണ്ടും ഒക്കെ കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് തോന്നും, പഠിച്ചവനെ നമ്മൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഒരാൾ പറയപ്പെടുന്ന എങ്ങനെയെന്നറിയാം, നമുക്ക് സമ്പത്ത് കൂടുന്തോറും നമുക്ക് ഈ മരണശേഷം നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ മരണാനന്ത ജീവിതം, അവിടെ കൂടുതൽ കുറ്റവിചാരണ ചെയ്യപ്പെടും എന്നുള്ളതാണ്. നമുക്ക് ഇത്രയും കിട്ടിയ ധനം നമ്മൾ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതാണ് ചോദ്യം വരിക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ, നിങ്ങളുടെ കയ്യിലൊക്കെ കാശുള്ളതല്ലേ, ഇങ്ങനൊക്കെ കുറെ കമന്റ്സ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ പറയാറുണ്ട്, നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ സ്വന്തമേ നമ്മൾ തോന്നി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഇങ്ങനെ കമന്റ്സ് വരുമ്പോൾ നിസാറിക്കടുത്ത് പറയും, നിസാറിക്കാക്ക് അതൊട്ടും താല്പര്യമില്ല കേട്ടാ. നിസാറിക്ക പറയും, വേണ്ട, നമ്മള് ഒരു കൈ കൊണ്ട് വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്നാണ്. അപ്പൊ അതിന്റെ ഒരു കാര്യമില്ല. അപ്പോ അങ്ങനെ ഞാൻ ചിലതിലൊക്കെ കമന്റ് ചെയ്യുമ്പോഴേക്ക് ചിലർ പറഞ്ഞിട്ടുണ്ട്, അത് ഒരു എന്ത് പറയാൻ, ചിലർക്കെങ്കിലും അതൊരു പ്രോത്സാഹനമാവും. നിങ്ങളെപ്പോലുള്ളവര് ഇങ്ങനെ ഒരാളിന് എന്തെങ്കിലും സഹായം ചെയ്യുന്നത് അറിഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവര് അത് ഇതുപോലെ ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നുള്ളതാണ്. അല്ലാതെ നമ്മള് ഇന്ന് വരാനുള്ള കാരണമുണ്ട്. നമ്മളെ ഗ്രൂപ്പിലൊരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മള് ഹജ്ജിന് പോയ ഗ്രൂപ്പ്, അതിന്റെ അകത്ത് ഒരു ഇത് വന്നു. ഒരു പാവപ്പെട്ട ഒരു വയസ്സായ, അവർക്ക് വീടില്ല, മേൽക്കൂരയൊക്കെ അവരെ ഫോട്ടോ കണ്ട് നമ്മൾ ആ ഒരു ട്രസ്റ്റ്, അപ്പൊ അവരൊരു ട്രസ്റ്റ് ഉണ്ട് ഓൾറെഡി. അപ്പൊ അവര് പോയി സന്ദർശിച്ചു, ഇതിനൊക്കെ വിലയിരുത്തി. അപ്പൊ ഇതൊരു ജെന്യൂൻ കേസാണെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അപ്പൊ അവരൊരു ഒരു കട്ടൗട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ഗ്രൂപ്പിന്റെ അകത്ത്. അപ്പൊ അത് ഏതായാലും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞങ്ങളൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും വേണമെങ്കിൽ പങ്കെടുക്കാം, അതിന്റെ ഒരു ഭാഗവത്താവാം. അതെ, ഇപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയണം എന്നുള്ളവർക്ക്, മോളെ ഒരു മിനിറ്റേ,
ഇതിൽ പങ്കെടുക്കാം. അതിന്റെ ഡീറ്റെയിൽ അപ്പൊ ഇന്ന് അതിന്റെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ അവർ കുറെ പൈസ കളക്ട് ചെയ്ത് നമ്മളെ ഗ്രൂപ്പിലുള്ളവരെല്ലാം അവിടെ ചേർന്ന് ഇപ്പം അവര് 14-ാം തീയതി തറക്കല്ലിടുവാണ്. ഈ 14-ാം തീയതി. അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. ഒരു കുടുംബത്തിലുള്ളവരെ എങ്കിലും നല്ലൊരു രീതിക്ക് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇതുപോലെ ഉള്ളവര്. പക്ഷെ എല്ലാവരെയും നമുക്ക് ഒരേ സമയം സഹായിക്കാൻ ചിലപ്പം പറ്റില്ല. തിരുവനന്തപുരം പുല്ലമ്പാറ മുണ്ടൻ തടിക്കോട് റഹീം എന്നൊരാളുടെ ആണ്. പക്ഷെ അത് അതിന്റെ ഡീറ്റെയിൽസ് അതിലിട്ടാ മതി. നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ നേരിട്ട് അന്വേഷിക്കാം ഒക്കെ ചെയ്തിട്ട്. അല്ലാതെ നമ്മളത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ചെയ്യണം അങ്ങനല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പം ചിലര് ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യാൻ കനിഞ്ഞിരിക്കുന്ന ആൾക്കാരും നമ്മൾക്കിടയിലുണ്ട്. പക്ഷെ അതെവിടെ എത്തിക്കണം എന്നോ എങ്ങനെ എത്തിക്കണം എന്നോ അറിയാത്തവരുണ്ട്. ഡീറ്റെയിൽസ് നമ്മൾ പോയി ഒരു കാണിച്ചില്ലേ ഭീമാപ്പള്ളിയിൽ. അപ്പൊ പലരും നമ്മളത് അന്വേഷിച്ചു. ഒരുപാട് പേര് അന്വേഷിച്ചു. ഞാൻ അവരുടെ നമ്പർ തരാം. അപ്പൊ ഞാൻ എന്തെങ്കിലും ഷെയർ ചെയ്യുന്നെങ്കിൽ അത് ജെന്യൂൻ ആവുന്നെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് ഡീറ്റെയിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും നോക്കണം. ഇന്ന് നല്ല ഒരു നാടൻ ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഇന്ന് ചോറ് വയ്ക്കാമെന്ന് ഓർത്തു. ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, കറി റെഡിയായ ശേഷമായിരിക്കും ചോറ് വയ്ക്കുന്നത്. ചില ദിവസങ്ങളിൽ ആദ്യം ചോറ് വെച്ച് വെക്കും, എന്നിട്ടായിരിക്കും കറി ഉണ്ടാക്കണത്. ഇതൊക്കെ എൻ്റെ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ. ഇപ്പം നമ്മൾ കിച്ചണിൽ കയറുന്ന സമയത്ത് എന്താണോ നമുക്ക് അപ്പോഴേ തോന്നുന്നത് ആ കാര്യങ്ങളായിരിക്കില്ല നമ്മൾ. അല്ലാതെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. സത്യം പറഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ഒരു പ്ലാനിങ് നടത്താറില്ല കേട്ടോ. അപ്പോഴേക്ക് കിച്ചണിലേക്ക് വരുന്ന അനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. എൻ്റെ അടുത്ത് എപ്പോഴും നിസ്സാറിക്ക പറയും കേട്ടോ, നീ ഒന്നിനും ഒരു പ്ലാനിങ് ഇല്ലാതാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. ഞാൻ പറയും പ്ലാനിങ് വേണം എന്നൊന്നും നിർബന്ധമില്ല. നമ്മളുടെ മനസ്സിൽ ഒരു കണക്ക് കൂട്ടലുകൾ ഏതൊരു കാര്യത്തിനും വേണം. അപ്പം അത് എനിക്ക് നല്ല ഒരു എന്താ പറയാൻ, എനിക്ക് ഉറപ്പാണ് ഇത്ര ടൈമിനുള്ളിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തീർക്കും എന്നുള്ളത്. അതിനനുസരിച്ച് ഓരോ കാര്യം ചെയ്യണം. അപ്പോൾ അരി കഴുകി ഞാൻ കുക്കറിലേക്ക് ഇട്ടു. ഇപ്പം ഞാൻ മുൻപ് കലം ഇറക്കി വെച്ചിട്ടല്ലേ ചോറ് വെക്കണത്. അങ്ങനെയും വെക്കാറുണ്ട്, ഇങ്ങനെയും വെക്കാറുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ച് ഇതിപ്പം ഞാൻ കുറച്ച് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ തന്നെ ചോറ് വയ്ക്കത്തില്ല. കുറച്ച് കഴിയുമ്പം അതിലും മാറ്റങ്ങൾ വരും. അതെന്തായാലും സ്റ്റീം വരാൻ കാത്തു നിൽക്കാതെ ഞാനത് അടുപ്പത്തേക്ക് വെച്ച ശേഷം ഞാൻ വിചാരിച്ചു നീ ഇപ്പം കറി ഉണ്ടാക്കാമല്ലോ. അപ്പം വെള്ളരിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്രയും പീസ് മതി കേട്ടോ. അപ്പം നമ്മളുടെ വീട്ടിൽ ഉള്ള അംഗങ്ങൾക്കനുസരിച്ചല്ലേ നമ്മൾ ഈ പച്ചക്കറികളൊക്കെ എടുക്കുന്നത്. ഇതുപോലെ സ്റ്റീം വന്ന ശേഷം നമ്മൾ വിസിലിട്ടിട്ട് ഞാൻ ഒറ്റ വിസിലേ കേൾപ്പിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഓഫ് ചെയ്ത് സ്റ്റീം പോയ ശേഷം മാത്രമേ അത് കുക്കർ തുറക്കത്തുള്ളൂ. അപ്പം ഞാൻ വെള്ളരിക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നിങ്ങളൊക്കെ ഇതിനെ വെള്ളരിക്കാന്ന് തന്നെയാണോ പറയുന്നത്? ഞാൻ ചില സാധനങ്ങളൊക്കെ സാധനങ്ങളല്ല ചില വെജിറ്റബിൾസൊക്കെ എടുത്തിട്ട് ഇതുപോലെ പേര് പറയുമ്പോഴേക്ക്, അതുപോലെ തന്നെ മീനിൻ്റെയൊക്കെ പേര് പറയുമ്പോൾ നമ്മുടെ നാടെന്ന് പറയണത് ചിലർക്ക് ഇപ്പോഴും അറിയത്തില്ല കേട്ടോ ഞാൻ തിരുവനന്തപുരംകാരിയാണെന്നുള്ളത്. നമ്മളുടെ തിരുവനന്തപുരത്തിൽ പറയുന്ന പേരല്ല ചില മറ്റ് സ്ഥലങ്ങളിലേക്ക് പറയുന്നത്. ഓരോന്നിനും ഓരോരോ നാട്ടിലനുസരിച്ച് പല പല പേരുകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇവിടെ ഇതിന് വെള്ളരിക്ക എന്ന് പറയും. പിന്നെ മറ്റേ കുക്കുംബറിന് എന്ത് പറയുന്നറിയോ, സാലഡ് വെള്ളരിക്ക എന്ന് പറയും. അപ്പോൾ അത് കട്ട് ചെയ്ത് ഒന്ന് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് പച്ചമുളകും കൊച്ചുള്ളിയും വേണം. ഇപ്പം നമ്മുടെ ഈ പച്ചമുളകിന് എന്താണ് പേര് പറയണതെന്ന് നിങ്ങൾക്കറിയാവോ? ബുള്ളറ്റ് മുളക് എന്നാണ് പറയുന്നത്. അത്ര എഫക്റ്റാണ് ഈ ഒരു മുളകിന് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം ഇല്ല കുറച്ച് നാളായിട്ട് ഞാൻ ഈ ഒരു മുളകാണ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത്. മറ്റേ മീറ്റർ മുളക് വാങ്ങിക്കില്ല. മീറ്റർ മുളക് എന്ന് പറയുന്നത് സാധാരണ നീളത്തിലുള്ള മുളകില്ലേ, അത് ഞാൻ അങ്ങനെ വാങ്ങിക്കില്ല കേട്ടോ, അതെനിക്കിഷ്ടമില്ല. അപ്പോൾ ഇഞ്ചിയും കൂടി കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് നമ്മുടെ മൺചട്ടി എടുത്ത് വെച്ചു. നാടൻ കറികളാകുമ്പോൾ എന്തായാലും അതിനൊരു നാടൻ രീതിയിൽ വേണ്ട ഉണ്ടാക്കാൻ. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു വിസിൽ കേട്ടപ്പോഴേക്കും ഞാൻ നമ്മളുടെ കുക്കർ ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. കാരണം ഈ ഒരു നമ്മളുടെ വെള്ളരിക്ക ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതാണ് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റാർ ഫ്രൂട്ടാണ്. അപ്പോൾ എനിക്ക് ഒരു സ്റ്റാർ ഫ്രൂട്ട് കിട്ടിയത് ഞാൻ ഇതുപോലെ സ്റ്റാർ പോലെ തന്നെ കട്ട് ചെയ്തിടണേ. ഈ സ്റ്റാർ ഫ്രൂട്ട് ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? അടിപൊളിയല്ലേ. എനിക്ക് സത്യം ഇപ്പോഴും കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുവാണ്. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാമേ. ഇനി നമുക്കിതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാനേ.
തേങ്ങയും അതുപോലെ തന്നെ കൊച്ചുള്ളി ഉണ്ടല്ലോ അതും, ഒരു പച്ചമുളക്, 2 വെളുത്തുള്ളി അല്ലി, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകമല്ലേ ക്യൂമിൻ സീഡ്, 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം ഇതൊന്ന് കറക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് കറക്കിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് കുറച്ചധികം ഒഴിച്ചു കൊടുക്കണ്ട, ഒരു അരക്കപ്പോളം തൈര് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ചേർത്ത് ഒരുമിച്ച് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ പല രീതിയിലുണ്ടാക്കാറുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും, പണ്ടുപോലെ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ വെള്ളരിക്കയും നമ്മളുടെ സ്റ്റാർ ഫ്രൂട്ടും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് അതായത് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഈ വെള്ളരിക്ക മാത്രം വച്ചല്ല ഇതുപോലത്തെ കറി ഉണ്ടാക്കണത് കേട്ടോ. പാവയ്ക്ക കൊണ്ട് ഉണ്ടാക്കാറുണ്ട്, വെണ്ടയ്ക്ക കൊണ്ട് ഉണ്ടാക്കാറുണ്ട്, എല്ലാം അങ്ങനെയൊക്കെ ഉള്ള വെജിറ്റബിൾസൊക്കെ കൊണ്ട് നമ്മൾ ഇതുപോലത്തെ മോരുകറി ഉണ്ടാക്കാറുണ്ട്. ശരിക്കും നമ്മുടെ ചോറിന് ഒരു മീൻകറിയുടെ കൂട്ടത്തിൽ ഈ ഒരു മോരുകറിയുടെ ഉണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്കൊന്ന് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. അപ്പോൾ ഇതാ നല്ല ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ തിളച്ച് പൊന്തി വരേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഉപ്പും പുളിയും ഒക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഒരു മോരുകറി. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട്? അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കണമെന്ന് വെച്ചാൽ ശരിക്ക് നിങ്ങളുടെ കൂടെ അഭിപ്രായം അറിയാനാണ് കേട്ടോ. താളിക്കാൻ വേണ്ടി പാനിലേക്ക് എണ്ണ ഒഴിച്ചു, ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കണം. ആദ്യം ഞാൻ ഒരു 3-4 ചെറിയ ഉള്ളി ഇട്ട് കരിഞ്ഞു കേട്ടോ, അത് പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് വറ്റൽമുളകും കൂടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നല്ല മൂത്ത മണം വരുമ്പോഴേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാനേ, നല്ലൊരു കളർ കിട്ടാനാണ് അങ്ങനെ ചെയ്യണത്. എൻ്റെ ഈ താളിച്ചത് നമുക്കതാ ഈ മോര് കറിയിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. ഇത് ഇപ്പോഴല്ലാന്നേ, കുറച്ച് നേരം വെച്ചിരുന്നിട്ട് അതല്ലെങ്കിൽ മിച്ചം വരുന്നത് പിറ്റേ ദിവസം നല്ല പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ അതിലേക്ക് ഈ ഒരു മോര് കറി ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. നിങ്ങളങ്ങനെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ പറയുക കേട്ടോ. എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ, അത് ആ പഴങ്കഞ്ഞിയിൽ തന്നെ കഴിക്കണം. ഇന്നിപ്പോൾ പഴങ്കഞ്ഞിയിലൊന്നുമല്ല നമ്മൾ കഴിക്കാൻ പോണത്, ഇന്ന് ചോറിൻ്റെ കൂടാണ് നമ്മൾ ഇത് കഴിക്കാനായിട്ട് പോണത് കേട്ടോ. അപ്പം സ്റ്റീം പോയ ശേഷം ഞാൻ ഇതാ നമ്മുടെ വിസിലൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ചോറ് കണ്ട കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കണം. അതാ കണ്ട അതുപോലെ തന്നെ ഞാൻ ഇവിടെ ജയ അരിയാണ് മുൻപ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പോൾ കുറേ നാളായിട്ട് ഇതുപോലത്തെ മട്ട അരിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പം ചില മാറ്റങ്ങൾ എപ്പോഴും നമുക്ക് ഇഷ്ടമല്ലേ. ചിലപ്പോൾ അത് കഴിക്കണമെന്ന് തോന്നുമ്പോൾ അങ്ങനെ ഉണ്ടാക്കും, അതല്ല ചുവന്ന ചോറ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ കുക്കറിൽ വെച്ച് തന്നെ നമ്മളിത് ആ ഗാസ്കറ്റ് ഒന്ന് മാറ്റിയിട്ട് അടച്ചിട്ട് ഇതുപോലെ ഒന്ന് വടിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അടുത്ത നമുക്ക് ഒരു നാടൻ രീതിയിൽ കറി ഉണ്ടാക്കാൻ വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക് കണ്ട ഈ ഒരു സൈസിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് ഒരു അളവൊന്നും പറയുന്നില്ല. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. നമ്മൾ എത്രയാണോ ഓരോന്നും എടുക്കുന്നത്, നമ്മളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് അതിനൊക്കെ അനുസരിച്ച് നമ്മൾ അങ്ങ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. അപ്പം ഇതുപോലെ നമ്മൾ അമ്മിക്കല്ലിലോ ഇതുപോലത്തെ ഇടികല്ലിലോ ഒക്കെ വെച്ച് ചതച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാൻ ചതച്ചെടുത്തിട്ട് വന്നപ്പോഴേക്ക് ഇതാ നമ്മുടെ ചോറ് ഊറ്റിയത് കണ്ട ഒരു 4 മിനിറ്റേ ആയിട്ടുള്ളൂ കേട്ടോ. സംഭവം ഞാൻ കുക്കറിൽ നിന്ന് ഇനിയിപ്പം ഇതാ മാറ്റി കാണിച്ചു തരേ. ഇതിൽ തന്നെ വെച്ചിരുന്നാലുള്ള കുഴപ്പം എന്താണെന്നറിയാവോ, ഞാൻ ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ടേ. എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ ടപ്പ് ടപ്പാന്ന് സൗണ്ട് കേൾക്കും, അത് വെള്ളമൊക്കെ അങ്ങ് അബ്സോർവ് ആവും. ഇനി ഞാനിത് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ കൂടുതൽ വെന്തു പോവും. പിന്നെ ഇതാ അടുത്തൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഏതൊരു നാടൻ കറി ഉണ്ടാക്കുമ്പോഴേക്കും വെളിച്ചെണ്ണ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വിലയൊക്കെ വളരെ വളരെ മേലെയാണ്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിജീരകം, ഉലുവ ഇതൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ച ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ബാംഗ്ലൂരിൽ ആരോ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ അവിടെ വെളിച്ചെണ്ണയ്ക്ക് 550 രൂപയാണെന്ന്. എന്തൊരു വില അല്ലേ, സ്വർണ്ണത്തിൻ്റെ വില പോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയുടെ കാര്യം പറഞ്ഞാൽ. എന്നിട്ട് ഇതാ നമുക്ക് ഞാനിവിടെ 2 സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഓരോന്നും ഉണ്ടാക്കുമ്പോഴല്ലേ അതിനൊരു വെറൈറ്റിയൊക്കെ ഉണ്ടാവണത്. ചില സമയങ്ങളിൽ എനിക്കിങ്ങനെയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ, ഭയങ്കര ചില സമയം നമുക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഉഷാറായിരിക്കും അല്ലേ. അപ്പം ഞാൻ മസാലപ്പൊടികൾ ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ്. മസാലപ്പൊടികൾ എന്ന് പറയുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും പൊടികൾ എടുത്തതാണ് കേട്ടോ. അതൊന്ന് കറക്കി എടുത്ത ശേഷമാണ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതായത് നമ്മൾ അമ്മിക്കല്ലിലൊക്കെ അരച്ചെടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും ആ ഒരു രീതിക്കാണ് ഞാനിത് അരച്ചെടുക്കുന്നത്.
അപ്പോഴേക്കും ഇതാ നമ്മളുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതാ കാണുമ്പോൾ തന്നെ അറിയാം. ഇനിയും നല്ല വഴലണമെങ്കിൽ ഇനിയും ഇട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് തക്കാളിയും നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല വൃത്തിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും നമ്മൾ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയാവോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇപ്പം നമ്മുടെ മൺചട്ടി, അതുപോലെ തന്നെ ബ്രോൺസിൻ്റെ കടായി, പിന്നെ കാസ്റ്റ് അയൺ. ഇതെല്ലാം കഴിഞ്ഞിട്ടേ എനിക്ക് നോൺ സ്റ്റിക്കിനോട് ഇഷ്ടമുള്ളൂ കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ്? എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ടേ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ കൂടുതൽ അറിയാനായിട്ട് സാധിക്കും. ഞാൻ കുക്ക് ചെയ്യുന്ന ഏത് പാത്രത്തിലാണെന്നും ഒക്കെ. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ മസാല എല്ലായിടത്തും വരത്തക്ക രീതിയിൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആദ്യമേ നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് ഇളക്കി കളയരുത്. അപ്പം ശരിക്കും പറഞ്ഞാൽ മസാല ചിക്കനിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ 1 കപ്പോളം വെള്ളം എടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. പിന്നെ ഇടയ്ക്ക് ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ പലരും ചോദിക്കും, നിങ്ങൾ പൊടികൾ ഉപയോഗിക്കുന്നത് കൂടുതലല്ലേ, മസാല ഒരുപാട് ഉപയോഗിക്കുന്നു. ഞാൻ അധികം മസാലയൊന്നും ഉപയോഗിക്കുന്നില്ലാന്നേ, കണക്കിനുള്ള മസാല ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഞാൻ പെരിഞ്ചീരകപ്പൊടിയാണ് ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ല മണവും വരും, നല്ല ടേസ്റ്റും ആയിരിക്കും. ശരിക്ക് എൻ്റെ കറികൾ കൂട്ടി ആരും പറയത്തില്ല കേട്ടോ, ഞാൻ കൂടുതൽ മസാല ഉപയോഗിക്കുന്ന ഒരാളാണെന്ന്. ഒരു ദിവസം നിങ്ങളൊക്കെ വരും, ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ. അപ്പോൾ നമ്മളുടെ കറി കണ്ട ഇങ്ങനെ തിള വരുന്നുണ്ട്. മൺചട്ടി ആവുമ്പം ഇതാണ് ഒരു ഗുണം കേട്ടോ. ഇങ്ങനെ അതിൽ പെട്ടെന്ന് നമുക്കിങ്ങനെ ചൂടായി കഴിഞ്ഞാൽ ആ ചൂട് അതുപോലെ നിലനിൽക്കും. എന്നിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. എത്ര കറിവേപ്പില ഇട്ടാലും മതി വരത്തില്ല. ഇവരൊക്കെ കറി കഴിക്കുമ്പോൾ കറിവേപ്പില മാറ്റുമ്പോൾ ഞാൻ ഇവരൊക്കെ വഴക്ക് പറയാറുണ്ട്. അത് കളയാനുള്ളതല്ല, കഴിക്കാനുള്ളതാണ്. കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന മനുഷ്യരെന്ന് പറയില്ലേ, ഞാൻ പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. ഞാൻ കറിവേപ്പില നന്നായി ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഉച്ചയൂണെന്ന് പറയുന്നത്. അടിപൊളി അല്ലേ? ഈ ഒരു കറി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ. ഇനി ഒരു കണ്ണട വാങ്ങിക്കാൻ പോയൊരു കഥ പറഞ്ഞിടാം കേട്ടോ. എനിക്കാണെങ്കിൽ ഇപ്പം റീസെൻ്റായിട്ട് ഈ മൊബൈലിൽ നോക്കിയാണോ എന്താണെന്ന് അറിയത്തില്ല, കാഴ്ചയൊക്കെ കുറഞ്ഞു വരുന്നു. വയസ്സായതിൻ്റെ ആണോ ഒരു പിടുത്തമില്ല. കണ്ണിന് കാഴ്ച പോകാന്തൊക്കെ വയസ്സ് എനിക്കായിട്ടുണ്ടോ? അങ്ങനെ ആയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ സുൽത്താൻ പറഞ്ഞു, ഉമ്മാക്ക് കണ്ണടയല്ലേ ആവശ്യം. അപ്പോൾ സുൽത്താൻ ഭയങ്കര എനിക്ക് കംഫർട്ടാണ് കേട്ടാ. അവനെയും കൊണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് മാച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവൻ സെലക്ട് ചെയ്ത് തരും. പിന്നെ അവനും എന്തൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ വന്നത്. അങ്ങനെ അവൻ നോക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ടും കണ്ണടയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പവർ അവിടെ ചെക്ക് ചെയ്തപ്പോഴേക്ക് റീഡിങ് പവർ എനിക്ക് കുറവാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ബാക്കി പവറിനൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പം സുൽത്താൻ പറഞ്ഞു, അപ്പം ഉമ്മ റീഡിങ് ഗ്ലാസ് ആണ് വാങ്ങിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം സുൽത്താൻ അതിനിടയിൽ അവന് കൂളിംഗ് ഗ്ലാസ് വേണം എന്ന് പറഞ്ഞിട്ട് വെക്കാണ്. സുൽത്താൻ കൂളിംഗ് ഗ്ലാസ് ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. ഭയങ്കര തലവേദനയൊക്കെ വരും. അവൻ എപ്പോഴും പറയാം അവൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇറങ്ങാറുള്ളൂ. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെ നടക്കണം. നമ്മൾ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നതിൽ നാണക്കേടോ അങ്ങനെയൊന്നും വെക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് കണ്ണാണ് വലുത്. അത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ എന്നെ പോലെയൊക്കെ വരും കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ വെച്ചപ്പോഴേക്ക് സുൽത്താൻ പറഞ്ഞു, ഉമ്മക്ക് എന്താണോ കംഫർട്ട് അത് ഉമ്മ വയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പം നിസാർക്കയെ വിളിച്ചപ്പോൾ നിസാർക്ക് ഒരുവിധം വന്നില്ലേ, വണ്ടിക്കകത്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനിടയിൽ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തപ്പോൾ അവിടെ എന്നെ ഒരുമാതിരി കളിയാക്കിക്കൊണ്ടാണ് നിസാർക്കയുടെ കമൻറ്റ്. അപ്പോൾ പിന്നെ എനിക്ക് എന്തെങ്കിലും എന്നെ ഒന്ന് അത് കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ സാധനം എടുക്കത്തില്ല കേട്ടോ. അങ്ങനെ 2-3 ഫ്രെയിം നോക്കി ഞാൻ പറഞ്ഞു, വേണ്ട സുലു, ഇനി വാപ്പായുമായിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സുലു പറഞ്ഞു, ഉമ്മ അല്ലേ വെക്കുന്നത്, ഉമ്മക്ക് ഇഷ്ടപ്പെട്ട ഉമ്മ എടുക്കുന്ന അവൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട, വാപ്പാക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ സുലു, ഇനി വാപ്പായം കൊണ്ടുവന്നിട്ട് ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ സുലുവിന് ഇഷ്ടമുള്ളത് നോക്കുകയാണ്. അപ്പം എനിക്കും സുലുവിൻ്റെ അഭിപ്രായം തന്നെയാണ്. ഞാൻ പറയും, മോൻ വയ്ക്കുന്നത് അല്ല, ഉമ്മ അഭിപ്രായം പറഞ്ഞാൽ മതി, എങ്ങനെ നല്ലതാണോ ചീത്തയാണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാണ് അവൻ പറയുന്നത്. അവൻ എൻ്റെ ഒരു അഭിപ്രായം അറിയണം കേട്ടോ. ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയും കേട്ടോ, നമുക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യാവൂ. അവസാനം നമ്മൾ രണ്ടുപേരും കണ്ണട എടുത്തില്ല, ഒന്നും എടുത്തില്ല, തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോന്നു.